Ulefone Armor 22 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു റഗഡ് സ്മാർട്ട് ഫോണാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Ulefone Armor 22 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. അപ്പം ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ Ulefone Armor 22-ൽ 6.58 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. LCD പാനലാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഓക്കെയാണ്. പിന്നെ 120 Hz റിഫ്രഷ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലുള്ള നോച്ചാണ് കൊടുത്തിരിക്കുന്നത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പഞ്ചോൾ ഡിസൈൻ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. എന്നാലും ഈ ഒരു സ്മാർട്ട് ഫോൺ 12,500 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ വലിയ തിരക്കേടില്ല എന്നൊക്കെ പറയാവുന്നതാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതൊരു റഗഡ് സ്മാർട്ട് ഫോണാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയ ബെസൽസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് 324 ഗ്രാം വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം വെയിറ്റ് കൂടിയ ഒരു സ്മാർട്ട് ഫോണാണ്. പൊതുവേ റഗഡ് ഫോൺസ് അങ്ങനെയാണ്, വെയിറ്റ് അത്യാവശ്യം കൂടാറുണ്ട്. ഇപ്പോൾ നോർമൽ ഫോൺസ് ആയിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ വെയിറ്റ് കൂടുതലാണ് എന്ന് പറയേണ്ടി വരും. പക്ഷേ ബാക്കി റഗഡ് ഫോൺസ് ആയിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് അധികം കൂടുതലാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ തിക്നെസ് വരുന്നത് 15 mm ആണ്. ഇതിൽ MIL STD 810Hൻ്റെ സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. അതുപോലെ തന്നെ IP68 പിന്നെ 69K റേറ്റിംഗ് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഫോൺ വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റൻറ്റുമാണ്. അപ്പം അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. പിന്നെ ഈ ഫോണിൻ്റെ സം ഗ്രീൻ അതുപോലെ തന്നെ ഓൾ ബ്ലാക്ക് എന്നീ 2 കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ mediatekൻ്റെ helio G96 എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 12,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസ്സറാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. 4G സപ്പോർട്ടാണ് മാക്സിമം വരുന്നത്. 5G സപ്പോർട്ടൊന്നും വരുന്നില്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. അത് ഓക്കെയാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ബേസ് വേരിയന്റിൽ തന്നെ 8 GB റാമും 128 GB ഇന്റേണലും വരുന്നുണ്ട്. പിന്നെ 8 GB റാമും 256 GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. ഇത് കൂടാതെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും കൂടി വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 8 GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ടോട്ടലായിട്ട് 16 GB റാം ഉണ്ട് എന്നൊക്കെ പറയാവുന്നതാണ്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ IR പ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. NFC എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Android 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 64 MP f1.89 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ വരുന്നത്. സോണി IMX 686ൻ്റെ സെൻസറാണ്. പിന്നെ രണ്ടാമത് 64 MP f1.79 അപ്പേഴ്സിൽ വരുന്ന ഒരു നൈറ്റ് വിഷൻ ക്യാമറയും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് കൂടാതെ 2 IR LED ലൈറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോൺ വെച്ചിട്ട് വെള്ളത്തിൻ്റെ അടിയിൽ നിന്നൊക്കെ ഫോട്ടോസ് എടുക്കാൻ കഴിയുന്നതായിരിക്കും. ഫ്രണ്ടിൽ 8 MP f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 6600 mAh ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം വളരെ മെച്ചൊരു ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. സാധാരണ റഗഡ് ഫോൺസിൻ്റെ അത്ര ബാറ്ററി കപ്പാസിറ്റി വരുന്നില്ല. എന്നാലും നോർമൽ ഫോൺസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടിയൊരു ബാറ്ററി കപ്പാസിറ്റി ഒക്കെ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. Type-C ചാർജിംഗ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ ഈ ഫോണ് $149.99 എന്ന പ്രൈസിങ്ങിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് 12,500 രൂപ പ്രൈസ് റേഞ്ചിൽ. പിന്നെ AliExpressലാണ് ഈ ഫോൺ ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ഇന്ത്യൻ പ്രൈസിംഗ് ആയിട്ട് കാണിക്കുന്നത് 12,922 എന്നാണ്. ഇനി ഇന്ത്യയിലോട്ട് ഷിപ്പിംഗ് ഉണ്ടോ എന്നുള്ള കാര്യം കൂടി ചെക്ക് ചെയ്യണം. എന്തായാലും Ulefone Armor 22 എന്നുള്ള പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. വാട്ടർ റെസിസ്റ്റൻറ്റും ഡസ്റ്റ് റെസിസ്റ്റൻറ്റുമാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചുള്ള തിരക്കേടില്ലാത്ത പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 16 GB റാം ഒക്കെ വരുന്നുണ്ട്. പിന്നെ നൈറ്റ് വിഷൻ ക്യാമറയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ബാറ്ററി കപ്പാസിറ്റിയും ഇതിൽ വരുന്നുണ്ട്. അപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. പക്ഷേ വെയിറ്റും തിക്നെസ്സും അത്യാവശ്യം കൂടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു റഗഡ് ഫോൺ വേണം എന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയായിരിക്കും ഈ ഒരു ഫോൺ. എന്തായാലും Ulefone Armor 22 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.